ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സൂപ്പാണ്, വെജിറ്റബിൾ ക്രീമി സൂപ്പാണ്. ബ്രോക്കോളിയാണ് ഇത് മെയിനായിട്ട് ഇട്ടിട്ടുള്ള വെജിറ്റബിൾസ്. ബാക്കി കുറേ വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ എല്ലാ വെജിറ്റബിൾസിനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള കഴിക്കേണ്ട വെജിറ്റബിൾസ് ബ്രോക്കോളിയാണ്. പച്ചക്കറിയുടെ കൂട്ടത്തിൽ മസ്റ്റായിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ്. പക്ഷേ ഇത് ആരും അങ്ങനെ കഴിച്ചിട്ടില്ല, റെയറായിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടില്ല. ബാക്കിയെല്ലാ വെജിറ്റബിൾസും പോലെ ടൗൺ ഏരിയകളിൽ മാത്രമേ ഇത് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുള്ളൂ. കോളിഫ്ലവറിൻ്റെ ആ ഒരു ഫാമിലിയിൽ പെട്ട ഒരു വെജിറ്റബിളാണിത്. അത് ആ ഒരു ടൈപ്പിൽ തന്നെ ഫ്ലവറായിട്ട് ഇങ്ങനെ പീസാക്കി കിട്ടും. ടേസ്റ്റും ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഇതിനുണ്ട്. വേവിക്കാതെയും അതുപോലെ വേവിച്ചിട്ടും നമുക്കിത് കഴിക്കാം. സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പച്ചക്കറികളുടെ കൂട്ടത്തിൽ വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അതുപോലെ തന്നെ വിറ്റാമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ സൂപ്പ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇത് വാങ്ങിയിട്ട് ഈ സൂപ്പ് ഉണ്ടാക്കി നോക്കുക. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടെടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഞാൻ ബട്ടർ 2 ടേബിൾ സ്പൂൺ അളന്നെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഒരു പീസ് നിങ്ങൾക്ക് അളവിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പറഞ്ഞതാണ്. മെൽറ്റായി കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു 2 ടേബിൾ സ്പൂൺ തന്നെ ഉണ്ടാവും. ഞാൻ ഇതാ വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരു കളർ ചേഞ്ച്, വെളുത്തുള്ളി കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. നല്ല ക്രീമി ആയിട്ട് വൈറ്റ് കളറിലാണ് നമ്മൾക്ക് ഈ സൂപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി കരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ മാറിയാൽ നമ്മുടെ സൂപ്പും ടോട്ടലി കളറ് മാറിപ്പോവും. 5 വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ക്യാരറ്റ്, ക്യാബേജ്, കോണ് എന്നിവയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ ബീൻസ് എടുക്കാം, കോളിഫ്ലവർ എടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഒന്ന് റെഡിയായി കിട്ടിയാൽ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ല പോലെ വെന്ത് കിട്ടണ്ട, ഒരു ഹാഫ് വേവായാൽ മതി കേട്ടോ. കളറൊന്ന് ചേഞ്ചായി കിട്ടിയാൽ തന്നെ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തത് ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാബേജ്, അതുപോലെ തന്നെ കോണ് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കയ്യിൽ അത്രയും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാ വെജിറ്റബിൾസും ഓരോ കപ്പ് വീതം എടുക്കാം. നമുക്ക് 1 കപ്പ് പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒഴിക്കുന്നില്ല, നമ്മൾ ഏകദേശം വെജിറ്റബിൾസൊക്കെ വെന്താൽ 1 കപ്പ് പാൽ ഒഴിച്ചെടുക്കണം. വെജിറ്റബിൾസും ആ ഒരു അളവിൽ തന്നെയാണ് എടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബ്രോക്കോളി ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഒന്ന് ഇട്ട് വെക്കാം. നമ്മൾ കോളിഫ്ലവർ തിളപ്പിക്കൂലേ, അതുപോലെ തന്നെ ഒന്ന് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് ബ്രോക്കോളി കിട്ടുന്നില്ല എങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ടിട്ട് ചെയ്യട്ടോ. ബ്രോക്കോളീൻ്റെ ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടും ഇങ്ങനെ ഈ രീതിയിൽ സൂപ്പ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ഇടാം. 1 കപ്പിൽ കൂടുതലുണ്ട് കേട്ടോ ബ്രോക്കോളി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കുട്ടികൾക്കൊന്നും ഇഷ്ടാവില്ല ഈ ബ്രോക്കോളി കഴിക്കാനെന്ന്, പക്ഷേ ഇവിടെ എല്ലാവർക്കും
ബ്രോക്കോളി ഇഷ്ടമായിട്ടുണ്ട്. ലൈറ്റ് ഒരു കയ്പ്പ് ടേസ്റ്റ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഇങ്ങനെ ഫീലൊന്നുമില്ല കയ്പ്പ്. ബ്രോക്കോളിയും കൂടിയിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഹാഫ് വേവായി കിട്ടാനുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ആ കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ വെജിറ്റബിൾസൊക്കെ നമുക്കിപ്പോൾ സൂപ്പിന് ആവശ്യമുള്ള വേവായി കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് വേവാൻ പാടില്ല, സൂപ്പിന് ഹാഫ് വേവ് മാത്രമേ ആവാൻ പാടുള്ളൂ. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പാലൊഴിച്ച് കൂടുതൽ ടൈം തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ തന്നെ, ക്രീമി ടെക്സ്ചർ തന്നെ സൂപ്പിന് കിട്ടുന്നതാണ്. ഞാൻ ഇവിടെ എരിവിന് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് മല്ലിയില വരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള കിഡിലൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു കട്ടിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രോക്കോളി ഇല്ലാത്തവരാണെങ്കിൽ ടെൻഷൻ ആവണ്ട, ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ബ്രോക്കോളി കിട്ടുന്നെങ്കിൽ എന്തായാലും ഇതിൻ്റെ കൂടെ ഇടുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഇതേ ഒരു സ്റ്റേജിൽ തന്നെ ഈ സൂപ്പ് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്യണം. സൂപ്പ് ഇഷ്ടമുള്ള നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.